ശ്രീ സനീഷ് കുമാർ ജോസഫ്, ശ്രീ അൻവർ സാദത്ത്. സർ, ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിക്കായി കോടശ്ശേരി, മേലൂർ, കാടുകുറ്റി, കൊരട്ടി, പരിയാരം, കൊടകര ഗ്രാമപഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിച്ച റോഡുകൾ നാളിതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. ഇതുമൂലം പ്രാദേശിക റോഡുകൾ ഉൾപ്പെടെയുള്ളവ സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. വളരെ ദയനീയമായ സാഹചര്യമാണ്. റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉള്ള നിർദ്ദേശം SC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പറഞ്ഞിട്ടും പണം ലഭിക്കാത്തതുകൊണ്ട് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് കരാറുകാർ സ്വീകരിച്ചത്. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള തുടർ പരിപാലനത്തിന് ഗ്രാമപഞ്ചായത്തുകൾ തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും റെസ്റ്റോറേഷൻ പ്രവർത്തികൾ പൂർത്തീകരിക്കാത്ത മൂലം വിനിയോഗിക്കുന്നതിന് കഴിയുന്നില്ല. മാർച്ച് 31-നകം സ്പിൽ ഓവർ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള തുക വിനിയോഗിച്ചില്ലെങ്കിൽ ലാപ്സാകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. വലിയ പ്രതിസന്ധിയാണ് പഞ്ചായത്തുകൾ നേരിടുന്നത്. പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞ റോഡുകൾ 2024 ഡിസംബർ മാസത്തോടുകൂടി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സഭയിൽ രേഖാമൂലം മറുപടി തന്നിരുന്നതാണ്. റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ജലജീവൻ മിഷന്റെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ജലജീവൻ മിഷന്റെ പദ്ധതികൾ സംസ്ഥാനത്തൊട്ടാകെ തന്നെ നല്ല നിലയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാപരമാണ്. റോഡുകളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും പെർമനൻ്റായി ചെയ്യേണ്ടതുമായിട്ടുള്ള സാധ്യതകളുണ്ട്. പൈപ്പ് ലൈൻ ഒക്കെ ഇട്ടതിന് ശേഷം വാട്ടർ പ്രഷർ നടത്തിയതിന് ശേഷമേ അത് പെർമനൻ്റായി ചെയ്യാൻ കഴിയൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതനുസരിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പരിയാരം, മേലൂർ, കൊരട്ടി, കടുകുറ്റി, കൊടകര, കോടശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ കരാർ പ്രകാരം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് രജിസ്ട്രേഷൻ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കരാറുകാർക്കെതിരെ കരാർ നിബന്ധനകൾക്ക് അനുസൃതമായി തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും ഈ പ്രവർത്തികൾ നല്ല നിലയിൽ കൊണ്ടുപോകാൻ MLA-മാർ തന്നെ താല്പര്യമെടുത്ത പല മണ്ഡലങ്ങളിലും യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും മോണിറ്റർ ചെയ്യാനും ഉള്ള അവകാശങ്ങളുണ്ട്. ഇത് പൂർത്തീകരിക്കുകയാണ് ഗവൺമെൻറ് ലക്ഷ്യം എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. കേരളത്തിൽ 55% ഇത്തരം പ്രവർത്തികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. 17 ലക്ഷം എന്നുള്ളിടത്ത് 40 ലക്ഷം കൂടി മുകളിൽ വെള്ളം എത്തി. അത് വളരെ ഗൗരവപൂർവ്വമായി കാണേണ്ടതുണ്ട്. കരാറുകാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി. കരാറുകാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ പണം തടസ്സം വരേണ്ട കാര്യമില്ല. ഗവൺമെൻറ് കൊടുക്കാൻ അഷ്വരാണ്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതൊരു കാരണമായി പറഞ്ഞ് താൽക്കാലികമായിട്ടെങ്കിലും പണി മുടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ MLA-മാർ കൂടി അതാത് നിയോജക മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കുക നന്നായിരിക്കും. അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള യാതൊരു തടസ്സവും അവിടെയില്ല. അത് റെസ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തോ അല്ല പ്രായോഗികമായി ചില ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങളിലെ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. കരാറുകാരുമായി സംസാരിക്കാം. ഇതെല്ലാം നല്ല നിലയിൽ പോകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യമാകുന്ന സമയം. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പൊതുവെ സ്വീകരിക്കും. ഈ മണ്ഡലത്തിൽ സബ്മിഷൻ വന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം.